പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ പ്രകാരം ഒരു വാക്യമുണ്ട്: യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണുന്ന ഈ വാക്യത്തിന് മുമ്പായി കർത്താവ് ഒരു ഉപമ പറഞ്ഞിരിക്കുകയാണ്. ഒരു സ്നേഹിതൻ തൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന് 3 അപ്പം വായ്പ ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തൻ്റെ വീട്ടിൽ വേറൊരു സ്നേഹിതൻ വന്നിരിക്കുന്നത് കൊണ്ട്, അതും അർദ്ധരാത്രിയിലാണ് വന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ തൻ്റെ വീട്ടിൽ കൊടുക്കാനൊന്നുമില്ലാത്തതിൻ്റെ പേരിലാണ് ഇദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അടുത്ത് ചെന്ന് അപ്പം വായ്പ ചോദിക്കുന്നത്. എന്നാൽ ആരോടാണോ ചോദിക്കുന്നത് ആ സുഹൃത്ത് ഒന്ന് അർദ്ധരാത്രിയാണ്, 2 കുഞ്ഞുങ്ങൾ തൻ്റെ കൂടെ ഉറങ്ങുകയാണ്, തനിക്ക് എടുത്തു കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിലും മനസ്സില്ലെങ്കിലും തന്നോട് ചോദിക്കുന്ന ആൾ തൻ്റെ സ്നേഹിതനാകുന്നതുകൊണ്ടും അദ്ദേഹം അത് ചോദിക്കുന്നതിൽ ലജ്ജയില്ലാത്തതുകൊണ്ടും വാതിൽ തുറന്ന് അപ്പം എടുത്തു കൊടുക്കുന്ന ഒരു ഉപമ കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇതിനകത്തുനിന്ന് സത്യത്തിൽ എന്താണ് നാം മനസ്സിലാക്കുന്നത്? അതിനുശേഷമാണ് വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്: യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും. അതെ, ദൈവവചനത്തിനകത്ത് ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഈ ദിവസങ്ങളിൽ നാം കർത്താവിനോട് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യകത, പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ് എന്നാണ് കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അതിനുശേഷം പറയുകയാണ്: ഒരു മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ജീവനാണ്. അത്രയും വിലപ്പെട്ടത് ദൈവത്തിന് നമുക്ക് തരാൻ കഴിയുമെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ആവശ്യങ്ങളെ അറിഞ്ഞ് വഴി നടത്താൻ ദൈവശക്തനാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് പറയുകയാണ്: ലജ്ജ കൂടാതെ മുട്ടിക്കുക നിമിത്തം ഈ സുഹൃത്തിന് വേണ്ടി ആ സുഹൃത്ത് എഴുന്നേറ്റ് താൻ ആവശ്യപ്പെട്ട കാര്യം കൊടുക്കുകയാണ്. അപ്പോൾ കർത്താവിനോട് ചോദിക്കുന്നതിന് നാം ലജ്ജിക്കേണ്ട കാര്യമില്ല. വീണ്ടും വീണ്ടും ദൈവസ്ഥനിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് നാം ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്ന ഒന്നാണ്. 2 കാര്യം ഇവിടെ കാണാം. ഒന്ന്, ഈ സുഹൃത്ത് ചോദിക്കുമ്പോൾ ഈ സുഹൃത്തിൻ്റെ ആവശ്യം, അതായത് തൻ്റെ വീട്ടിൽ വന്ന സുഹൃത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഒന്ന്, ആ ആവശ്യം നിറവേറി. 2, മറ്റേ സുഹൃത്തിൻ്റെ ആവശ്യം കൂടെ ഇതിനകത്ത് നിറവേറുകയാണ്. അദ്ദേഹത്തിന് കൊടുക്കാനും കൂടെ ഉള്ളത് ഈ സുഹൃത്തിൽ നിന്ന് ലഭിക്കുകയാണ്. അതെ, നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുകയും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഉറപ്പായും അതിനകത്തൊരു മറുപടി ഉണ്ടാകും. പ്രാർത്ഥന നിർത്തല്ലേ. ലജ്ജ കൂടാതെ മുട്ടി നോക്കുകയും, കാരണം ലജ്ജ കൂടാതെ എന്ന് പറയുമ്പോൾ തൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലജ്ജ കൂടാതെ മുട്ടാൻ ഇടയായത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവമെന്ന് പറയുന്നത്, സർവശക്തനാകുന്ന ദൈവമെന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് മാത്രമല്ല, നമ്മുടെ അപ്പനും കൂടെയാണ്. വീണ്ടും വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ സമയം കൂടാതെ പ്രാർത്ഥിക്കുമെങ്കിൽ, ചോദിക്കുമെങ്കിൽ, നമുക്ക് വേണ്ടി ചോദിക്കുമെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കുമെങ്കിൽ അതിന് മേലെല്ലാം മറുപടി തരാൻ ദൈവം ശക്തനാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.